എവിടെ പോയി? എല്ല് ഞാൻ നല്ലോണം ചെറുതാക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേവൂലല്ലോ മാളു. ബിരിയാണിയുടെ പേരെന്താന്ന് പറഞ്ഞു? എൽ മരിയാച്ചി. എൽ മരിയാച്ചി. അല്ല, നിന്റെ തലയിൽ എന്തോ ഒരു പൊടി. പൊടി തന്നെയാണ്. ആ, പൊടി തന്നെയാ. വിശ്വസിക്കാൻ കുറച്ച് പാടും. സൂക്ഷിച്ച്. നീ ഫാസ്റ്റ് പാസഞ്ചർ പോലെ എവിടെ പോണു മാളു? സോറി. എന്റെ അമ്മായിയേ. ഇതെന്താ മോളെ ഇവളുടെ തലയിൽ ചെമ്പരത്തി പോകെ? അതാണല്ലേ കള്ളി തലയിൽ വെച്ച് തമാശക്ക് വെച്ച. സോറി എടുത്തു കളഞ്ഞോ. ഓ, കാര്യം കഴിഞ്ഞില്ലേ? പക്ഷെ നിനക്ക് നന്നായിട്ട് ചേർന്നുണ്ടായിരുന്നു മാളു. അത് തോന്നി. അമ്മായി കാര്യം എന്താണെന്നറിയോ? തലയിൽ ഇങ്ങനെ പൊടി തൊടുന്ന മാറ്റി തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ എന്റെ കയ്യിൽ തലയിൽ വെച്ചെന്ന് പറഞ്ഞ പറയാ, എന്താ എന്റെ തലയിൽ എന്താ പൊടി എന്തോ ഇരുന്ന് അത് ഞാൻ തട്ടിക്കളഞ്ഞതാണ്. വലിയൊരു പൊടിയോ? അതല്ല അബ്ബായി, ഞാൻ നോക്കുന്ന നേരത്തെ അവളുടെ ഡ്രസ്സിന് അതേ മാച്ചുള്ള ഒരു പൂ അതെടുത്ത് തലയിൽ വെച്ച്. ഞാൻ ചെമ്പരത്തിയാന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. എന്നാലേ മക്കളെ അവിടെ കുറച്ച് വെള്ളം എന്ന് എനിക്ക് പറഞ്ഞൂടായിരുന്നു. മറ്റേ സിനിമ എന്റെ അമ്മായി കൗണ്ടർ. അയ്യോ, എപ്പോ വന്ന് അമ്പലത്തിൽ പോയിട്ട്? ഓ, വന്നു മക്കളെ. എനിക്ക് വലിയ ഒരു ക്ഷീണം. എന്താന്നറിയില്ല, ഷുഗറൊക്കെ ഉള്ളതല്ലേ, ചൂടത്ത് നടന്നതിന്റെ ആയിരിക്കാം. ഓ ശരി. അമ്മയെ ഒരു കാര്യം ചെയ്യ്, ഞാൻ അമ്മായിക്ക് മോരുവെള്ളം ഉണ്ടായിക്കോട്ടെ. ശരി മക്കളെ. ഒന്ന് വാ മാളു. തൈരോ ഉടച്ചോ മോള്? ഓക്കെ, ഇതാദ്യം ഗ്ലാസ് എടുത്ത് വെച്ചില്ലെങ്കിൽ. അമ്മായി ബാ. ഇതുവരെ ഒന്നും ആയില്ലയോ മക്കളെ? ഇതേ മോരായി. അമ്മായിക്ക് വേണ്ടിട്ട് ഇപ്പൊ ഈ മോരുണ്ടാക്കിയതിന്. ഞാൻ മോക്ക് വേണ്ടി എനിക്ക് വേണ്ടി പുറത്താണോ? ഒഴിക്കണോ? ഇത് ക്ലാസ്സിൽ തന്നെ വീഴോ എന്തോ. നല്ല നിറയെ കഴിക്കരുത്. മതിയോ? കുറച്ച് മതി.
കുടിക്കാൻ പോയി. ചേച്ചി മോരും വെള്ളം കുടിച്ചപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ ഇപ്പം ഒന്ന് പോയി. ഇനി എൻ്റെ മോളെ ഞാൻ ഒന്ന് പൂവൊക്കെ വെച്ച് ഒരു കെട്ട് നോക്കട്ടെ. കറക്റ്റ് മാച്ച് അല്ലേ? ഇല്ലല്ലേ സ്ലൈഡ് ഇല്ലേ ഇത്തിരി മാള്? വേണ്ട വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് കനകാമ്പരവും നിനക്ക് ചെമ്പരത്തി. കൊള്ളാവോ? പിന്നെ സൂപ്പർ. നന്നായിരിക്കുന്നു. എന്നാ ഞാൻ പോയി ഇനി അടുക്കളപ്പടി എടുക്കട്ടെ. പോട്ടെ, നീ വരുന്നാ? ഇതൊക്കെ നീ എടുത്ത് വൃത്തിയാക്കുമാളൂ. സി അമ്മായി എവിടെ മോളൂ? അമ്മായി കിടക്കുക. ചേച്ചി എല്ലാം ഇവിടെ പോയി. എല്ല് ഞാൻ നല്ലോണം ചെറുതാക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേവൂലല്ലോ മാളൂ. അല്ലെങ്കിൽ ബിരിയാണിയിൽ ഇടുമ്പോൾ വേവാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാനത് കാരണം ചെറുതാക്കി എടുത്തോളാൻ പറഞ്ഞു. സാധാരണ അങ്ങനെ ബിരിയാണിയിൽ എല്ലിടൂലല്ലോ, നല്ല മാംസമുള്ള കഷ്ണമല്ലേ. മട്ടൻ്റെ ബിരിയാണിയിൽ മാത്രമേ നല്ല എല്ലുകൾ വരുള്ളൂ. ബീഫിൻ്റെ അങ്ങനെ എല്ല് വരലില്ല. വെള്ളം ഒഴിച്ചു. എന്നാലും എല്ല് വേണമായിരുന്നു. മറ്റേ കൊട്ടി ഇങ്ങനെയൊക്കെ കഴിക്കാൻ. എന്നാൽ പിന്നെ നിനക്ക് അവിടെ നിന്ന് പറയാൻ പാടില്ലേ? നമ്മൾ അത്രയും ചെറുതാക്കണ്ടെന്ന് പറയുമായിരുന്നല്ലോ. വെറൈറ്റി അല്ല, പക്ഷെ നല്ല രുചിയായിരിക്കും എല്ലും കൂടി ഇട്ടിട്ട് ബിരിയാണി വയ്ക്കുമ്പോൾ. അമ്മായി, ഞാൻ ഇത്തവണ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. ഞാൻ പറയില്ല, ഇവളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇവള് പോയിട്ട് പച്ചയും നീലയും വയലറ്റും മജന്തയൊക്കെ മേടിച്ചുകൊണ്ട് വരും. ഞാനാണെങ്കിൽ അത് കഴിക്കത്തില്ല, എനിക്കിഷ്ടമല്ല. അത് കാരണം ഇത്തവണ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് മേടിച്ചു കറുത്തലുവ. അയ്യോ, ഒരുപാട് പണിയുണ്ടമ്മായി. ബീഫ് വേവിക്കാൻ വെച്ചതേ ഉള്ളൂ. ഇനി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിയണം. വാമളൂ.
കഴിയാ വെച്ചോ. ഇത് വെന്തോട്ടെ അമ്മായി. അറിയാം. എന്നിട്ട് ആ പാത്രം എടുത്ത് ഇവിടെ വെച്ചോ. ഇതോ? ആ എൻ്റെ അമ്മേ, നല്ല വെയിറ്റ് ഉണ്ട്. മാളുവേ, നീ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചേ. ഇഞ്ചി എടുത്താ മാളു? ഇല്ല. മാളുവേ, കഴിഞ്ഞാ? കൊണ്ടോ ചേട്ടാ? കൊണ്ടോ. ഇവിടെ വയ്ക്കാണേ. ഇട്ടോ. ഞാൻ ഇടത് കൈ ഇല്ലല്ലേ. ഓ അടിപൊളി. നീ ഇളക്കിക്കോ. ഇളക്കിക്കോട്ടെ, കൈ കഴുകിയിട്ട്. പറ്റണ്ട ഇളക്കാൻ? മാറി. ഒഴിച്ചോ ഒഴിച്ചോ. ആ പച്ചമുളകേ മാളു കീറി കീറിടാവോ? ഇത് സൂക്ഷിക്കണേ. സൂക്ഷിക്കാം. മാളുവേ, നീങ്ങ വന്നേ. ഇത് വെച്ചിത് പിടിച്ചേ. പിടിച്ചു നിന്നോട്ടോ. പുതിന എടുത്താ മാളു? അടുപ്പാണോ കത്തിച്ചോ? ഇത്തിരി വറ്റട്ടെ.
ഇതമ്മായി. മക്കളാ ഇത് ബിരിയാണിയുടെ പേരെന്താന്ന് പറഞ്ഞു? എൽ മരിയാച്ചി. എൽ മരിയാച്ചി. സൂപ്പറല്ലേ? എനിക്കിതെല്ലാം ഇഷ്ടം, മറ്റേ എല്ലിങ്ങനെ കൊട്ടി കൊട്ടി കഴിക്കുന്നത്. ആ അമ്മായി, ഇതിന് എല്ല് വേണോ അമ്മായി? പക്ഷെ ഞാൻ കടയിൽ നിന്നേ എല്ല് വേവാൻ ഒരുപാട് സമയം എടുക്കുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് നുറുക്കി തരാൻ പറഞ്ഞു. അവരാണെങ്കിൽ നന്നായിട്ട് അങ്ങ് നുറുക്കി കളഞ്ഞു. ഇപ്പൊ അവൾക്ക് എല്ല് തട്ടി കഴിക്കണമെന്നാ അവള് പറയണേ. നമുക്കിനി അടുത്ത പ്രാവശ്യം എല്ലൊക്കെ ആയിട്ട് തന്നെ. അതെ, എല്ലൊക്കെ ആയിട്ട് എൽ മരിയാച്ചി ഉണ്ടാക്കി കൊടുക്കാം. ചേച്ചി കഴിക്കേ? ഞാൻ കഴിക്കുന്നുണ്ട്. അവനവൻ്റെ കൈ കൊണ്ട് നല്ലവണ്ണം ഉരുട്ടി കഴിച്ചാലേ ശരീരത്തിൽ പിടിക്കുള്ളൂ. അതിപ്പോ എന്റെ കൈ മുറിവായോണ്ടല്ലേ. അത് തന്നെ. മുറിവ് എങ്ങനെ ഉണ്ടായത്? കളരിയൊക്കെ ചെയ്യുമ്പോഴേ സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ. അതെ, അതൊന്നും ഞാൻ ശ്രദ്ധിക്കാത്തതല്ല. ഇത് കളരി ചെയ്യുമ്പോ അത് ഒന്നാമത്തെ കൈ സ്വാഭാവികമാണ്. പിന്നെ ഞാൻ ചുവടൊക്കെയാണ് ഒരുപാട് ചെയ്യാറ്. ഇപ്പൊ വാളുംപരി ചെയ്തപ്പോ ചെറിയൊരു വെട്ട് കിട്ടി. ചെറിയ മുറിവാ അമ്മായി? 3 സ്റ്റിച്ചാണ്. 3 സ്റ്റിച്ച് ഇട്ടിട്ട് അവള് പറയണേ ചെറിയ മുറിവെന്ന്. അതാണ്ട് 2-3 ആഴ്ചയല്ലേ ഇപ്പൊ പുറത്തിട്ടില്ല അത്.